പാവപ്പെട്ട ആളുകളെ സഹായിക്കാമെന്ന രീതിയിൽ അവരെ സമീപിച്ചിട്ട് അവർക്ക് സ്വർണം വാങ്ങിത്തരാം, ചാരിറ്റി ചെയ്യാൻ ആളുകൾ ഇവിടെയുണ്ട്, അവരുടെ കുട്ടികളുടെ വിവാഹത്തിന് സ്വർണം വാങ്ങിത്തരാനൊക്കെ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ പറ്റിക്കുന്ന രീതിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇയാൾക്ക് കേസുകളുണ്ട്. ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ പാവങ്ങളെ പറ്റിച്ച് സ്വർണവും പണവും തട്ടുന്ന വിരുദ്ധൻ കണ്ണൂരിൽ പിടിയിൽ. തൃശൂർ എടക്കര സ്വദേശി കുഞ്ഞുമോൻ അബ്ദുള്ളയാണ് പിടിയിലായത്. കാസർഗോഡ് സ്വദേശിയെ മകളുടെ കല്യാണത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞ് 4 പവൻ തട്ടിയ കേസിലാണ് അറസ്റ്റ്. ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മനോജ് മയിൽ ചേരുകയാണ് വിവരങ്ങളുമായി. മനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൃഷ്ണേന്ദു, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായി ചങ്ങാത്തം കൂടി അവരുടെ ആകെ സമ്പാദ്യവും തട്ടിയെടുക്കുക എന്ന ക്രൂരമായ തട്ടിപ്പാണ് തൃശൂർ എടക്കര സ്വദേശിയായ കെ കുഞ്ഞുമോൻ അബ്ദുള്ള നടത്തി വന്നതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സലീം, റിയാസ് എന്നീ പേരുകളിലും ഇയാൾ അറിയപ്പെടുന്നുണ്ട്. കാസർഗോഡ് സ്വദേശിയിൽ നിന്ന് 4 പവൻ സ്വർണം തട്ടിയെടുത്ത കേസിലാണ് പ്രതിയെ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാണ് കാസർഗോഡ് സ്വദേശിയെ കുഞ്ഞുമോൻ പരിചയപ്പെടുന്നത്. മകളുടെ കല്യാണം ശരിയായിട്ടുണ്ടെന്നും സാമ്പത്തിക പ്രയാസമുണ്ടെന്നും ഈ കാസർഗോഡ് സ്വദേശി കുഞ്ഞുമോനോട് പറഞ്ഞു. ഇത് മുതലെടുത്താണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. കല്യാണത്തിന് എടുത്ത സ്വർണവും അതിൻ്റെ ബില്ലുമായി കണ്ണൂരിൽ എത്തണമെന്ന് കുഞ്ഞുമോൻ കാസർഗോഡ് സ്വദേശിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഒക്ടോബർ 26 രാവിലെ കണ്ണൂരിൽ എത്തിയപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ 206 നമ്പർ മുറിയിൽ ഒരു ചാരിറ്റി പ്രവർത്തകൻ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും അദ്ദേഹത്തെ കണ്ട് മുഴുവൻ സ്വർണവും ചെലവും അടക്കം സംഘടിപ്പിക്കാൻ കഴിയുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് വിശ്വാസം വരാൻ വാങ്ങിയ സ്വർണവും ബില്ലും കാണിക്കണമെന്നും ഇതിൻ്റെ പണവും കിട്ടുമെന്നും പറഞ്ഞ് 4 പവൻ സ്വർണം ഈ കുഞ്ഞുമോൻ കൈക്കലാക്കി. അതിനുശേഷം ഇയാൾ മുങ്ങുകയാണ് ചെയ്തതെന്നാണ് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസ് കണ്ടെത്തുകയും തുടർന്ന് ഈ പ്രതിക്കായി അന്വേഷണം വ്യാപിപ്പിക്കുകയുമാണ് ഉണ്ടായത്. ടൗൺ പോലീസ് അന്വേഷണം പല വഴിക്ക് വ്യാപിപ്പിച്ചു. നിരവധി CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ACP TK രത്നകുമാറിന്റെയും ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെയും നേതൃത്വത്തിൽ ശാസ്ത്രീയമായ അന്വേഷണം നടന്നു. എല്ലാ വഴിക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ACP സ്ക്വാഡ് അംഗങ്ങളായ SI M അജയൻ, സജീവൻ, ഷാജി, ASI സ്നേഹേഷ്, നാസർ എന്നിവർ മൈസൂരിൽ എത്തിയാണ് ഈ പ്രതിയെ പിടികൂടിയത്. പ്രതി 1.5 മാസം മുമ്പാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയതെന്നും പോലീസ് പറഞ്ഞു. സമാനമായ തട്ടിപ്പുകൾ നടത്തിയതിനാണ് ജയിലിൽ പോകേണ്ടി വന്നത്. മലപ്പുറം, എറണാകുളം, തൃശൂർ, ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ 10 പോലീസ് സ്റ്റേഷനുകളിലായി സമാന പരാതികൾ ഈ പ്രതിക്കെതിരെ ഉണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥൻ, അഭിഭാഷകൻ, ഡോക്ടർ എന്നിങ്ങനെയൊക്കെ സ്വയം പരിചയപ്പെടുത്തിയാണ് ഈ പ്രതി ആളുകളെ സമീപിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു. അതിസമർത്ഥമായ നിലയിലാണ് ഈ പ്രതിയുടെ നീക്കങ്ങൾ. അതായത് ഒരു കൊടും ക്രിമിനലിന്റെ എല്ലാ സ്വഭാവങ്ങളും ഈ പ്രതിക്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്വർണവും പണവും തട്ടിയെടുത്ത് നേരെ മൈസൂരിൽ എത്തി പെൺ സുഹൃത്തുമായി ചേർന്ന് ആർഭാട ജീവിതം നയിക്കുക എന്നതാണ് ഈ പ്രതിയുടെ പതിവെന്നും പോലീസ് പറയുന്നു. ഈ 10ലധികം സിം കാർഡ് പ്രതി ഉപയോഗിക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ തവണയും വെവ്വേറെ ഫോണും സിമ്മുമാണ് ഉപയോഗിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ നിരവധി പേരെ ഇയാൾ കബളിപ്പിച്ച് പണവും സ്വർണവും ഒക്കെ തട്ടി എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ വൻ തട്ടിപ്പുകൾ പുറത്തു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. എന്തായാലും ഈ പാവപ്പെട്ട ആളുകളെയൊക്കെ ഇങ്ങനെ ക്രൂരമായ രീതിയിൽ തട്ടിപ്പിന് വിധേയമാക്കുന്ന ആളെ പിടികൂടാൻ കഴിഞ്ഞു എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ അന്വേഷണ മികവ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് മറ്റ് ജില്ലകളിൽ നിന്നും ഇപ്പോൾ പോലീസ് കണ്ണൂർ ടൗൺ സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നുണ്ട്. റിമാൻഡിലുള്ള പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ കൂടുതൽ കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. മറ്റ് ജില്ലകളിലെ പോലീസും സമാനമായ രീതിയിൽ പ്രതിയെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനവും എടുക്കും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കൃഷ്ണേന്ദു.